case, and if you're already into writing and you write poems, if you write poems or stories, you'll know what I mean by wordplay. Wordplay എന്ന് പറയുമ്പോൾ നമ്മളിപ്പം റൈംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഹോമോഫോൺസ് യൂസ് ചെയ്യുക, സിമിലർ സൗണ്ടിങ് ആയിട്ടുള്ള സൗണ്ട്സ് യൂസ് ചെയ്യുക, ഇതൊക്കെ യൂസ് ചെയ്ത് ഒരു ഹെഡർ ഉണ്ടാക്കുന്നതാണ്. സോ ദാറ്റ് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് അട്രാക്റ്റീവ്. ഓക്കെ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോണ്ടന്റ് എഴുതുമ്പോൾ the basic idea, the important thing that the content is trying to communicate, that should come in the first few lines. Introduction അല്ലെങ്കിൽ first paragraph, what you're trying to communicate, that should come in the first few lines. Okay. So now we'll discuss about we'll go on to the next slide and we'll discuss about using big words in your content. So before that, നിങ്ങൾ കോണ്ടന്റ് എഴുതുന്ന സമയത്ത് you can use templates. Templates are easily available online. Google പോയി templates check ചെയ്യുക. And if you feel like your content is having grammatical errors, use platforms like Grammarly or Ginger. ഇങ്ങനത്തെ കുറേ platforms, Grammarly, Ginger, ഇങ്ങനത്തെ platforms നല്ലതാണ് ടു ഗ്രാമർ ചെക്ക്. ഓക്കെ. ആൻഡ് ഈവൻ ഇൻ MS ഓഫീസിലും ഈ ഫെസിലിറ്റി ഉണ്ട് ടു സ്പെല്ലിംഗ് എറേഴ്സും മറ്റും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. So we'll do this. So using big words in your content. So from whatever I have learned so far, I have realized that using big words or using fancy words in your content isn't exactly something that is good, because നമ്മളിപ്പോൾ ഫാൻസി അല്ലെങ്കിൽ ജൈജാൻറ്റിക് ആയിട്ടുള്ള വേർഡ്സ് നമ്മുടെ കോണ്ടന്റിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റീഡറിന് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദിൽ ഫീൽ ഒരു കണക്ട് വരത്തില്ല. സോ ഫോർ എക്സാമ്പിൾ യൂസിങ് വേർഡ്സ് ലൈക്ക് സ്പ്ലെൻഡിഫറസ്. സ്പ്ലെൻഡിഫറസ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി. അപ്പം സ്പ്ലെൻഡിഫറസ് യൂസ് ചെയ്യാതെ എക്സ്ട്രാ ഓർഡിനറി യൂസ് ചെയ്യണം. വൈ ഇസ് ദാറ്റ്? ബിക്കോസ് നമ്മുടെ കോണ്ടന്റ് നമ്മുടെ റീഡേഴ്സിന് വായിക്കാനുള്ളതാണ്. ദേ വോണ്ട് ടു റീഡ് യുവർ കോണ്ടന്റ്. And for that, you should make sure that they understand what you're writing. They don't feel the need to go and grab a dictionary to understand what you're writing. Okay. So basically, less is always more. Keep it short, keep it direct, keep it simple. Don't try to be Shashi Tharoor. അത് പറയുമ്പോൾ നിങ്ങളൊക്കെ ശശി തരൂരുടെ ടെഡെക്സ് ടോക്കും സ്പീച്ചസും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ കോമന്റ് സെക്ഷനിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു common comment ഇതാണ്, that you need a dictionary to sit and watch his speeches. സോ ശശി തരൂരിന്റെ ഒരു ചാമിങ് പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇരുന്ന് കാണും. പക്ഷെ നമ്മളെ ആർക്കും അറിയില്ല, നമ്മുടെ കോണ്ടന്റ് കൂടെയാണ് നമ്മുടെ റീഡർ നമ്മളെ അറിയുന്നത്. സോ ഡോണ്ട് ട്രൈ ടു ബി പ്രിറ്റൻഷ്യസ് ആൻഡ് സ്മാർട്ട് ദർ. I mean, when you use big words, that's what the reader feels like. You're trying to be pretentious and smart. And maybe, you're just, sharing your whatever, your vocabulary and stuff. പക്ഷെ നമ്മുടെ റീഡർ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യണം. And in technical writings, don't use jargons. Jargons എന്ന് പറയുമ്പോൾ again words that are not understandable. ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ്. ഇപ്പം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയോ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിനെ പറ്റിയോ ഒക്കെ എഴുതുന്നെങ്കിൽ അതിനകത്ത് നമ്മൾ എഞ്ചിനീയേഴ്സിന് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ടായിരിക്കും. ആ ടേംസ് യൂസ് ചെയ്യാതെ കൂടുതൽ ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ടേംസ് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് യുവർ റീഡർ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് യു ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. Okay. So that's about using gigantic words. Now we'll discuss about avoiding repetition. So repetition എന്ന് പറയുമ്പോൾ once we start writing or we start doing content works, നമ്മൾ ഫ്രീലാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിക്കോ ഫൗണ്ടേഷനോ കോണ്ടന്റ് എഴുതാൻ തുടങ്ങുമ്പോഴോ common thing that you will notice is that you might repeat certain words in your articles. ഞാനിപ്പം ലോവർ ഫൗണ്ടേഷൻ്റെ കോണ്ടന്റ് റൈറ്റർ ആണ്. അപ്പം ലോവർ ഫൗണ്ടേഷൻ എന്തുവാ? ലോവർ ഫൗണ്ടേഷൻ നമ്മുടെ വിമൻ ഇൻ ടെക്നോളജി ഡിസൈൻ ബേസ് ചെയ്ത് വിമൻ ഇൻ ടെക്നോളജിക്ക് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനാണ്. അവർ നമ്മൾ ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ദ ടെക്നിക്കൽ കമ്മ്യൂണിറ്റീനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ആർട്ടിക്കിൾസ് ഞാൻ എഴുതുമ്പോൾ കുറെ ലൈക്ക് വിമൻ എംപവർമെന്റ് അങ്ങനത്തെ കുറെ വേർഡ്സ് കുറെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് പകരമുള്ള വേർഡ്സ് ഗൂഗിൾ ചെയ്യണം. use a thesaurus. Okay, thesaurus is a really good thing to improve your vocabulary as a writer, and also it basically it really helps you to write better.
I'm not saying that you need a hard copy of a thesaurus. You can go to Google, check for Merriam-Webster thesaurus, and just replace those words that you're repeating. So ഇപ്പം നിങ്ങൾക്ക് ആദ്യമേ അറിയണമെന്നില്ല which words you're repeating. So what you can do, നിങ്ങൾ എപ്പോൾ എഴുതിയാലും whatever content you're writing, try to get feedback from your friends or your family before you submit it, or before you start, because it's നമുക്ക് കാണാൻ പറ്റാത്ത പല മിസ്റ്റേക്സും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിക്കും കാണാൻ പറ്റും. അപ്പം അങ്ങനെ വിൽ റിയലൈസ് ദാറ്റ് വിച്ച് വേർഡ്സ് വി ആർ റിപ്പീറ്റിംഗ്, ആൻഡ് യൂസിങ് അത് കാരണം അത് അറിഞ്ഞ് നമുക്ക് തിസോറസ് യൂസ് ചെയ്ത് വി ക്യാൻ റീപ്ലേസ് ദോസ് വേർഡ്സ്, റൈറ്റ്? ആൻഡ് this also helps to improve our vocabulary. And now by I earlier said that don't use fancy words, right? നമ്മളിപ്പം തിസോറസ് യൂസ് ചെയ്താലും ഒത്തിരി ഫാൻസി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ യു നീഡ് ടു ഡംപ് ഡൗൺ യുവർ കോണ്ടന്റ്, റൈറ്റ്? യു ക്യാൻ ഓൾവേസ് കീപ് ഇറ്റ് നീറ്റ്, കീപ് ഇറ്റ് ലൈക്ക് നൈസ്, ആൻഡ് you should sound smart, you should sound like you're a good writer, but and don't use redundant words, okay? So redundant words എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്ക്രീമിങ് ലൗഡ്ലി എന്ന് പറയുമ്പോൾ സ്ക്രീം ചെയ്യുന്നത് നമ്മൾ ലൗഡ്ലി അല്ലേ സ്ക്രീം ചെയ്യുന്നത്. അപ്പം സ്ക്രീമിങ് ലൗഡ്ലി എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. സോ യു ഡോണ്ട് നീഡ് ടു റൈറ്റ് സ്ക്രീമിങ് ലൗഡ്ലി. യു ഡോണ്ട് നീഡ് ടു റൈറ്റ് past history, because history is always in the past, okay? And whenever you write, keep your target audience in mind, as I said before, and basically നിങ്ങൾ നിങ്ങളുടെ റീഡേഴ്സുമായിട്ട് എന്താ കണക്ട് ചെയ്യണം, ഓക്കെ? സോ ഇതുവരെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിലും നമുക്കത് ലാസ്റ്റ് ഇത് ചെയ്യാം, ഓക്കെ? ഇനിയും now we are going to discuss about grammar and punctuation. So ഇതിൽ I'm not very well qualified to talk about this. I'm also learning just like all of you all. പക്ഷെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, ഞാൻ കണ്ട മിസ്റ്റേക്സും ഞാൻ ചെയ്ത മിസ്റ്റേക്സും അതിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യാം, ഓക്കെ? Okay, so mixing up words like your and you are. യോറും യു ആറിൻ്റെയും ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, യോർ നമ്മൾ പൊസഷൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. I like your hair, I like your bag. It's about possession. You're complimenting that person about something that they possess. You are എന്ന് പറയുമ്പോൾ you are beautiful, you are pretty, നമ്മൾ അയാളെ ഡിസ്ക്രൈബ് ചെയ്യണം, ഓക്കെ? That's the basic difference between your and your. And ഇത് നമുക്കറിയാം, എന്നാലും നമ്മൾ കോണ്ടന്റിൽ ഇത് വരുത്തും, ബിക്കോസ് മേ ബി നമ്മളിപ്പം ടെക്സ്റ്റിങ്ങിൽ നമ്മൾ കൂടുതലും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിംഗ് കൂടെ ആയതുകൊണ്ട് we tend to mix up these words. And again, mixing up words like accept, accept and accept. So ഇതിൻ്റെ മീനിങ്സ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എക്സ്പെക്ട് എന്ന് പറയുന്നത് ഐ എക്സ്പെക്ട് എ സർട്ടൻ സംതിങ് ഫ്രോം യു. ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ഷീ ആക്സെപ്റ്റഡ് ദിസ് ഗിഫ്റ്റ്, ഓക്കെ? ഷീ റിസീവ് ദിസ് ഗിഫ്റ്റ്. ആൻഡ് എക്സെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒഴിച്ച് ഞാൻ എന്തും ചെയ്യും, ഐ വിൽ ഡു എവറിത്തിങ്, ഐ വിൽ ഡു ദിസ് എക്സെപ്റ്റ് ദിസ്, ഓക്കെ? സോ അതുണ്ട്. പിന്നെ യൂസിങ് പോസസ്. സോ ദിസ് ഇസ് എ വെരി വാസ്റ്റ് ടോപ്പിക്. അത് ഒത്തിരി നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ പോസസ് എന്ന് പറയുന്നത് കോമ ഉണ്ട്, കോളൻ ഉണ്ട്, സെമി കോളൻ ഉണ്ട്. Basically there are independent clauses, dependent clauses, there's a lot to discuss there. പക്ഷെ ഞാനിപ്പം ജസ്റ്റ് 2 സെന്റൻസിൽ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാൻ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ, we were out of milk so I went to the store. നമ്മൾ പറയുമ്പം, നമ്മൾ ഏതൊരു കോണ്ടന്റ് എഴുതുമ്പോഴും, നമ്മൾ സെന്റൻസസ് എഴുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, after you write it or before you write it, repeat it in your mind, and നമ്മുടെ മൈൻഡിൽ തന്നെ അത് പറയാൻ നോക്കുക, so that you'll understand. We were out of milk so I went to the store. അപ്പോൾ അവിടെ ഒരു പോസ് വരുന്നുണ്ട് അല്ലേ, ആൻഡ് you'll eventually understand that you have to use a comma there. അങ്ങനെ നമ്മൾ കോമ യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വൺ, I have finished the main course, now I have to make a dessert. സോ ഇവിടെ നമ്മൾ സെമിക്കോളൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് സെമിക്കോളൻ കഴിഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ അല്ല ഉപയോഗിക്കേണ്ട കേട്ടോ, നമ്മളെപ്പോഴും സ്മോൾ ലെറ്റർ. I used to make the mistake of using capital letter after semicolon. No, don't do that. I have finished the main course, semicolon, now I have to make this one. Okay, അപ്പം അങ്ങനെയാണ് എഴുതേണ്ടത്. സോ
ഇത്രയാണ് എൻ്റെ പാർട്ട് ഇത്രയാണ്. നൗ ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് സംതിങ് ഫ്രോം ഇറ്റ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് വിൻഡോയിൽ ഇടുക. നൗ ഹൗ ടു ലെവറേജ് യുവർ കണ്ടന്റ് യൂസിങ് സോഷ്യൽ മീഡിയ വിൽ ബി taken by Evelyn. So over to Evelyn. So hello everyone. Am I audible? Clear ആണോ? ഹലോ, കേൾക്കത്തില്ലേ? ഇവിടെ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് മിസ്സായി പോയാൽ പ്ലീസ് ബി ഫ്രീ ടു റേസ് ദാറ്റ്. ഓക്കെ? Yes. Okay, so good evening once again. My name is Evelyn Elizabeth Jolchan and second year instrumentation student at STCT Palay, and I am from Kochi, basically saying Kumblangi അവിടെ നിന്നാണ്. And so now അനുപമ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലെ കണ്ടന്റ് റിലവൻസ്, അതിനെ കുറിച്ചാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫീൽ ഫ്രീ ടു ടോക്ക്, ഓക്കെ, ആൻഡ് ബി ആക്റ്റീവ്. ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ലൈക്ക് എഴുതാൻ എനിക്കറിയാം, ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഐ എം നോട്ട് ദാറ്റ്. ഐ എം ജസ്റ്റ് എ സ്റ്റാർട്ട്, ഓക്കെ? സോ ഐ എം നോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഓർ എനിത്തിങ്. സോ ബി ഫ്രീ. അപ്പോൾ എനിക്കും ഒരു കുറച്ചും കൂടി ആക്റ്റീവായി പറയാൻ തോന്നും. സോ പ്ലീസ് ബി ആക്റ്റീവ്, ഓക്കെ? താങ്ക് യു. So social media is a great way to promote your work and attract people to it. Remember the fact that all social media networks are different. They have different audiences with different interests and needs. So always optimize your writing for each social network. So now the pandemic process, എല്ലാവർക്കും അറിയാം, കോവിഡൊക്കെ പിന്നെയും ഇൻക്രീസ് വരുവാണ്. സോ എല്ലാ മീറ്റിംഗ്സ്, ബിസിനസ്, ക്ലാസ്സസ് എന്തുമായിക്കോട്ടെ അതെല്ലാം വിർച്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ so therefore is a need for content to be published and the need for more good writers. ഈ വിർച്വലായിട്ട് മാറും കൊണ്ട് തന്നെ എല്ലാം കണ്ടന്റും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൂടി വരുവാണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ പലതരം സോഷ്യൽ മീഡിയാസ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ എക്സെട്ര. സോ ഓരോന്നും ഓരോ ഇതിലാണ് ഓരോ പ്ലാറ്റ്ഫോമും നിൽക്കുന്നത്. സോ നമ്മളിപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, അതിൽ റിലവൻ്റ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്, അവിടെ എങ്ങനെയാണ് കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്നത്, അവിടെ എങ്ങനെയുള്ള കണ്ടന്റിനാണ് പ്രാധാന്യം കൂടുതൽ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളൊരു കണ്ടന്റ് ഓരോ പ്ലാറ്റ്ഫോമിലും പ്രസന്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു ഐഡിയ വെച്ച് തന്നെ നമുക്ക് എല്ലായിടത്തും പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് വോണ്ട് ബി ഹൈലൈറ്റഡ്. നമുക്കത് നല്ലൊരു ഹൈപ്പ് കിട്ടത്തില്ല അതിന്. സോ always just keep up a standard for every platform you choose. Next slide. Anita, slide മാറ്റാം. Okay. What should be a content? അല്ല, ഇതിന് മുന്നത്ത്. Okay. It should be a truly exclusive as well as a fascinating one. ലൈക്ക് ആൾക്കാരുടെ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, ഇപ്പോൾ എല്ലാവർക്കും ഫുൾ കണ്ടന്റ് എല്ലാം ഫുൾ ടൈം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജസ്റ്റ് സ്ക്രോളിങ് തന്നെയാണുള്ള പരിപാടി. അപ്പോൾ നല്ലൊരു കണ്ടന്റ് നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ കണ്ണിൽ പെടത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്കൊരു കണ്ടന്റ് പ്രസന്റ് ചെയ്താൽ അത് ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി അത് കണ്ടെന്ന് വരത്തില്ല. സോ എപ്പോഴും നമ്മുടെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി വാല്യുബിൾ ഫോർ ബോത്ത് ദി സൈഡ്സ്, ഓഡിയൻസ് ആസ് വെൽ ആസ് ബിസിനസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത് തന്നെ ഒരു ബിസിനസ്സിനെ റെപ്രസെന്റ് ചെയ്തായിരിക്കും നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരെ ചിന്തിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഓഡിയൻസിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്താലേ ആ ബിസിനസ്സിന് അവിടെ ഗ്രോത്ത് ഉള്ളൂ. സോ എപ്പോഴും ബോത്ത് പാർട്ടീസിനെ കൺസിഡർ ചെയ്ത് വേണം നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതായത് ഒരു മാരത്തോൺ പോലെ നമ്മുടെ പ്രിന്റിംഗ്
പ്ലീസ് ബി ഫ്രീ ടു ടോക്ക്. ഓക്കെ. മാരത്തൺ ആൻഡ് സ്പ്രിന്റിങ്, അതിന്റെ ഡിഫറൻസ് എന്താണ് ആർക്കെങ്കിലും അറിയാവോ, പറയാവോ? You can also use the chat box, okay? Marathon and sprinting. ഓക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട, ഞാൻ തന്നെ പറയാം. ഓക്കെ, മാരത്തൺ ലോങ് റേസ് ആണ്. അത് അത് ഒരു 10 to 50 കിലോമീറ്റേഴ്സ്. സ്പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ നടത്തും. സ്പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ 1000 മീറ്റർ ചെറിയ റേസ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ എല്ലാവർക്കും? ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? കാരണം ഇവിടെ നല്ല മഴയും ഇതുമായതുകൊണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്, ഞാനത് ലീവായിട്ടൊന്നും കൂടി കയറാവേ. ക്ലിയർ ആണോ? വോയിസ് ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? Okay, so I continue, okay? Okay, thank you. Okay, so what I was saying that marathon is a long race, and whereas sprinting is that shorter one, just 500 meter, 1000 meter, അത് പ്രൊലോങ് ചെയ്യുന്നതാണ് സ്പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് പറയുന്നത് തന്നെ ഒരു പ്രൊലോങ്ഡ് മീൻസ് ഹൈപ്പായിട്ട് നല്ലൊരു രീതിയിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കണ്ടന്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു ചെറിയൊരു രീതിയിലായി പോവരുത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇനി കണ്ടന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റ് വേണം എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, കീ പോയിന്റ്സ് മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണുള്ളത്. ഡിഫറൻസിയേഷൻ, ഷെയർ യുവർ കസ്റ്റമർ സ്റ്റോറീസ് ആൻഡ് റിവ്യൂസ്, കണ്ടന്റ് ദാറ്റ് ഡിലൈറ്റ്സ് ആൻഡ് ഇൻഫോംസ്, ദി മെരി ഗ്രോത്ത്. ഈ ഒരു 4 പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. ലൈക്ക് ആ ഒരു ബിസിനസ്സോ ആ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് അത് നല്ലൊരു ഗ്രോത്ത് തരുന്ന ഒരു 4 പോയിന്റ്സ് ആണ്. ഓക്കെ, ഡിഫറൻസിയേഷൻ. So to cope up with this fast growing virtual world, we should confirm ourselves that we fit in, otherwise we will be replaced. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ കഴിവനുസരിച്ചാണ് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന്. So differentiation means is highlighting what makes your content different from the rest of others in the same bench. നമ്മൾ ഒരേ പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ കൂടെയുള്ളവരുടെ നിന്ന് നമുക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മുടെ സീക്കേഴ്സിന് കൊടുക്കാം എന്നതാണ് ഡിഫറൻസിയേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഡിഫറൻസിയേഷൻ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് വേണം ആ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഡിഫറൻസിയേഷൻ കണ്ടന്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ സീക്കർക്ക് മനസ്സിലാവണം അവരിൽ നിന്ന് എന്താണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഉള്ളതെന്ന്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഷെയർ യുവർ കസ്റ്റമർ സ്റ്റോറീസ് ആൻഡ് റിവ്യൂസ്. അതായത് നമ്മളിൽ മുന്നേ തന്നെ ഒത്തിരി പേര് നമ്മുടെ ആ ഒരു സെയിം പ്രൊഡക്റ്റോ സെയിം എന്താണ് അവർ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കുറെ പേരുണ്ടാവും. സോ അപ്പോൾ സീക്കേഴ്സ് ഓഡിയൻസ് അവർക്കായിരിക്കും കുറച്ചും കൂടി യൂസ് ടു വ്യൂ കൂടുതൽ അവർക്കായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കയറി പറ്റണമെങ്കിൽ ഒരു ട്രസ്റ്റ് എന്താണ്, അവർക്ക് നമ്മളിൽ എന്താണ് പ്രത്യേകത, നമ്മള് ജെന്യൂൻ ആണോ എന്നൊക്കെ അറിയാവുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഉള്ള കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ്, സ്റ്റോറീസ് അതൊക്കെ ഷെയർ ചെയ്യാവുന്ന കണ്ടന്റ് ആണ് രണ്ടാമത്തെ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 കസ്റ്റമേഴ്സിന് കിട്ടി, അവർ നല്ല നല്ല റിവ്യൂസ്, അത് ചെറിയ ചെറിയ കണ്ടന്റ് ആക്കുക, അവരോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്.
അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് കണ്ടന്റ് റിലീസ് ചെയ്യേണ്ടത്. സോഷ്യൽ മാർക്കറ്റിംഗ് സെക്കൻഡ് സെറ്റ്. ഓക്കെ. ആൻഡ് ദ തേർഡ് ഈസ് കണ്ടന്റ് ദാറ്റ് ഡിലൈറ്റ്സ് ആൻഡ് ഇൻഫോംസ്. നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നേ, അവർക്ക് കൊടുക്കാൻ പറ്റിയ ഇൻഫോർമേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെയാണ് തേർഡ്. ലൈക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നണം. ആ, ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് കൊള്ളാം, അതിന്റെ മേക്കിംഗ് കൊള്ളാം. അപ്പോൾ അതൊക്കെയുള്ളതാണ് തേർഡ് സെറ്റ് ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ദ മെരി ഗ്രോത്ത്. നമ്മൾ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നമ്മൾ എവിടം വരെ എത്തി, അതിന്റെ ഒരു കണ്ടന്റ്, അത് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നവർ. ഐ പ്രിഫർ ദാറ്റ് വെരി മച്ച്, ദ മെരി ഗ്രോത്ത്. നമ്മൾ ചിലവരൊക്കെ ഇപ്പോൾ ലൈക്ക് സോ മെനി വുമൺ ഹാവ് റൈസ്ഡ് വിത്ത് ദിയർ പ്രൊഡക്ട്സ്, വിത്ത് ദിയർ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഓൾ. നല്ല രീതിയിൽ ഒറ്റക്ക് ആരെയും സഹായം ഇല്ലാതെ ഒറ്റക്കൊക്കെ ഉയർന്നു വന്നത്. ആൻഡ് അത് ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും അത്. സോ ഫോർത്ത് സെറ്റ് ഓഫ് കണ്ടന്റ് ഇസ് ദ വെരി ഗ്രോത്ത്. ആൻഡ് അതിനെപ്പോഴും നല്ലൊരു രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വേണം ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. Anita, next slide, please. Okay. The next one is blog writing. More spacing, more often. Sensory description and don't censor yourself. നമുക്ക് ആരെയും കൺസിഡർ ചെയ്യാതെ നമ്മളുടെ തന്നെയായ ഇഷ്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഒന്നാണ് ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമുക്ക് പല പരിമിതികളുണ്ട്. ലൈക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തോന്നുന്നോ, നമുക്ക് എന്ത് എഴുതാൻ തോന്നുന്നോ, നമ്മുടെ വ്യൂസ് ആൻഡ് അതൊക്കെയാണ് ബ്ലോഗ് റൈറ്റിങ്ങിലൂടെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. സോ അത് നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മൾ വേറെ ആരെയും കൺസിഡർ ചെയ്ത് ലൈക്ക് നമുക്ക് എന്ത് തോന്നുന്നോ അത് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ഇതാണ് ബ്ലോഗ് റൈറ്റിംഗ്. ആൻഡ് ഇപ്പം ഒരുമാതിരി എല്ലാവരും തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, കുറെ പേര് ഈ ലോക്ക്ഡൌൺ കാലത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഈവൻ ഐ ഹാവ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഞാൻ അത്ര വലിയ റൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നതാണ്. ലൈക്ക് പ്ലസ് ടു ഓൺവേർഡ്സ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ ഹാവ് മൈ ഓൺ ബ്ലോഗ് പേജ്. മീഡിയം എന്നൊരു സൈറ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് എഴുതിയിട്ടില്ല. ലൈക്ക് ഞാൻ ഡ്രാഫ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ കുറെ റിവ്യൂസിനകത്ത് ഞാൻ കുറെ പേരുടെ ഞാൻ കണ്ടു ബ്ലോഗ് റൈറ്റിംഗ് എഴുതാനും ഒക്കെ താല്പര്യം ഉണ്ടായിട്ടാണ് ക്ലാസ്സിൽ വരുന്നതൊക്കെ. അപ്പോൾ മോർ ഓഫൺ റൈറ്റിംഗ് സ്റ്റൈലൊന്നും ശ്രദ്ധിക്കേണ്ടി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ഹൈപ്പ് കിട്ടി പോകുന്ന ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു വലിയൊരു പാരഗ്രാഫ്, ഒരു സ്പേസും ഇല്ല, ഒന്നുമില്ല, ഒരു വലിയൊരു 5 to 6 ലൈൻസ് അടുപ്പിച്ച് അങ്ങ് കൊടുത്തേക്കുക. അത് വായിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. മിക്കവരും ഒരു 90% അത് വായിച്ചെന്ന് വരത്തില്ല. എപ്പോഴും ഒരു അത്യാവശ്യം ഒരു 1-2 ലൈൻസ്, അതിൽ കൂടുതൽ ഒരു പാരഗ്രാഫിൽ കൊടുക്കരുത്. അതെപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് ഒരു 1 to 2 സെന്റൻസസ് മാക്സിമം. ആൻഡ് ഇഫ് വലിയ സെന്റൻസ് ആണെങ്കിൽ അത് ഒറ്റ സെന്റൻസിൽ ഒതുക്കിയിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് ഒരു എൻ്റർ കീ ആൻഡ് യൂസ് ദാറ്റ്. ഓക്കെ, മാക്സിമം എൻ്റർ കീ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസ് ഇട്ട് വേണം ബ്ലോഗ് ആർട്ടിക്കിൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റീഡേഴ്സ് അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റഡ് ആവും. ലൈക്ക് വായിക്കാനും സുഖമാണ്, പെട്ടെന്ന് വായിച്ച് ഗ്രാസ്പ് ചെയ്യാനും സുഖമാണ്. പെട്ടെന്ന് കുറെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചാന്ന് വെച്ചാൽ നമുക്കത് വായിച്ചങ്ങ് പോകും. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എസൻസോ അതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല, അത് കിട്ടത്തില്ല നമുക്ക്. സോ എപ്പോഴും സ്പേസ് ഇട്ട് അത്യാവശ്യം എഴുതുമ്പോൾ നമുക്കത് സ്ലോ ആയിട്ട് മനസ്സിലാക്കി അതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാൻ കഴിയും. ആൻഡ് ഡോണ്ട് സെൻസർ യുവർ സെൽഫ്. അവരെന്ത് വിചാരിക്കൂ, ഇവരെന്ത് വിചാരിക്കൂ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്ത് പറയുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതാണ് ബ്ലോഗ് റൈറ്റിങ്ങിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ നമുക്കത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. Anita, next. Anita, അടുത്ത സ്ലൈഡ് ചേഞ്ച് ചെയ്യാവോ?
അനീറ്റ? എവ്ലിൻ വെയിറ്റ് ചെയ്യോടി, അവിടെ നെറ്റ് പോയിട്ടുണ്ട്. ഓ, അപ്പൊ സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യോ? ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ ഇത്രയും പറയുന്നതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടോ ഒക്കെ തോന്നുന്നുണ്ടോ? ലൈക്ക് ജസ്റ്റ് ഇവിടെ എല്ലാവരും പ്രസന്റ് ആണ്. ഇവിടെ ഈ 15, 16, 17 സംതിങ്, ഓക്കെ 17 സംതിങ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവർക്ക് ഇത് യൂസ്ഫുൾ ആണോ അതോ പ്രസന്റ് ആണോ ആദ്യമേ തന്നെ? ആർക്കെല്ലാം റെസ്പോണ്ട് ചെയ്യാം. ഇത് ശരിക്കും ഒരു ഇൻഫോർമൽ കൈൻഡ് മീറ്റപ്പ്, ഓക്കെ. അത് ഫോർമൽ ഒന്നുമല്ല. ആർക്ക് വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം, സംസാരിക്കാം. ബി ഫ്രീ, ബി ഓപ്പൺ, ഓക്കെ. ഇപ്പൊ കാണാം അവിടെ. ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു അനീറ്റ. ചാറ്റ് ബോട്ട്സ് ആയാലും യൂസ് ചെയ്യാം, ഓക്കെ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന ഞങ്ങൾക്ക് ആ ഒരു ഹൈപ്പ് കിട്ടത്തില്ല, മര്യാദയൊക്കെ എടുത്ത്. ലൈക്ക് ഇന്ററാക്റ്റീവ് സെഷൻ, ബോത്ത് സൈഡിൽ നിന്ന് ഇന്ററാക്റ്റീവ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ അപ്പോൾ ക്ലിയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് മനസ്സിലാവാം. അറ്റ്ലീസ്റ്റ് ചാറ്റ് ചെയ്യും, ഓക്കെ. ഓക്കെ, സോ നൗ ഐ ക്യാരി ഓൺ. വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നത് തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ടായിരിക്കണം. ഒട്ടും കേൾക്കത്തില്ലേ പറയുന്നത്? ഇപ്പൊ കേൾക്കാം. കേൾക്കാവല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ, ഓക്കെ ഓക്കെ. I continue, ഓക്കെ. സോ നെക്സ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂസ് ഓഫ് ഇമേജസ് ഓർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. Use an image related to the content of your post for readers to understand what to expect from the post you have shared. Use the image which will capture readers' attention and make them want to click it on for further reading. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലാണ്, ഓക്കെ. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പിക്കോ ബാക്ക്ഗ്രൗണ്ട് എന്തോ പ്രസന്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണത്. അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ എന്താ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ വി വോണ്ട് ബി ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് ടു ലുക്ക് അപ്പ്. ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ഇപ്പോൾ ചുമ്മാ ഒരു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോ പിക്കോ കണ്ടാലല്ലേ നമ്മളത് എടുത്ത് നോക്കി വായിച്ച് പോകത്തുള്ളൂ. വി ഓൾ നോ ദാറ്റ്, റൈറ്റ്? വി ഓൾ ഡു ദാറ്റ്. ഇപ്പോൾ ഡെയിലി ബേസിസിൽ ചെയ്തു തരുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിങ്ങിന്റെ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കണ്ടന്റിനോട് മാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം, ഓക്കെ. ക്യാൻവ, പിക്സിസ്റ്റോക്ക്, അഡോബ് ബ്രഷ് അതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ്. അതൊക്കെയാണ് ലൈക്ക് ഇതിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഓക്കെ. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്യാൻവയാണ്. ഇറ്റ് ഈസ് നൈസ്. ഞാനൊരു എന്റർപ്രണർ തുടങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ആദ്യത്തെ സമയത്തൊന്നും എനിക്കിത് വലിയ പിടിയില്ലായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി അറിഞ്ഞ് നോക്കി കണ്ട് മനസ്സിലാക്കി വരുന്നത്. അപ്പോഴാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജസും അതിൻ്റെയൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. സോ നൗ ഇപ്പോൾ ഞാൻ ഈ ക്യാൻവ യൂസ് ചെയ്താണ് ഞാനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പ് അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൊഫഷണൽ ആയിട്ട് എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. ബട്ട് എനിക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻവ വെച്ച് പ്രൊസീഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഗിവിങ് മീ ഗുഡ് റിസൾട്ട്സ്. നല്ല ഇപ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ വെച്ച് എനിക്കിപ്പോൾ നല്ല റിസൾട്ട് അത്യാവശ്യം ഹൈപ്പായിട്ട് വരുന്നുണ്ട്. സോ ക്യാൻവ ഈസ് എ ഗുഡ് വൺ. So always remember to keep up a background or something. The next one is hashtag, and don't never forget to put this to hype up your content, okay? Hashtags help you engage much more people to your content. Hashtag only those things that relate to your content directly. അപ്പോൾ ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ച് കണ്ടമാനം ഹാഷ്ടാഗ്സ് ഒന്നും ആരും കൊണ്ട് ഇതാക്കി വെക്കരുത്. ഒരു മാക്സിമം ഒരു
2 to 3, 4, 5 സംതിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു ഇതിൽ നമ്മുടെ കണ്ടന്റ് എന്തിന്റെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ അത് എന്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്, ആർക്ക് വേണ്ടിയുള്ളതാണ്, അങ്ങനെ ആവശ്യത്തിനുള്ള ഹാഷ് ടാഗ്സ് മാത്രം കൊടുത്താൽ അത് റീഡേഴ്സിന് അവർക്ക് നമ്മുടെ ഓഡിയൻസിനോ വ്യൂവേഴ്സിനോ അത് ഗ്രാസ്പ് ചെയ്യാൻ സുഖമായിരിക്കും. പിന്നെ ഈസി അക്സസ് ആയിരിക്കും. നമ്മൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഗ്രോത്ത് കിട്ടുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹാഷ് ടാഗ്സ്. സോ നെവർ ഫോർഗെറ്റ് ടു യൂസ് ദാറ്റ്. I need to just click on that. Yeah, just click on the Anita. ജസ്റ്റ് ആ സ്ലൈഡ് ഒന്ന് പ്രസന്റ് ചെയ്ത്. അനിറ്റ് അത് കിട്ടുന്നില്ല. ജസ്റ്റ് ആ സ്ലൈഡ് എടുത്തിട്ടൊന്ന് ആ സ്ലൈഡ് മാത്രം ഒന്ന് പ്രസന്റ് ചെയ്താലും മതി. അനിറ്റ് അവൈലബിൾ അല്ലേ? അവിടെ അത് കിട്ടുന്നില്ല കേട്ടോ, ശരിയാണെന്ന് തോന്നുന്നു. Aram needs presenting. Stop presenting that. Then I will do that. I hope everyone can see. കാണാവോ? സ്ക്രീൻ പ്രസന്റ് ആയിട്ടുണ്ടോ? ഓക്കെ. So it was just a quote. Give words. So give words your thoughts and let your words give thoughts as well. ഞാൻ ഏറ്റവും I believe in this. So this is the essence of my writing and I do mean it when I say this. Okay, നമുക്ക് like we have something in our brain, some sort of idea നമുക്ക് എപ്പോഴും ഉണ്ടാവും, and try to give words to it. ആൻഡ് നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കണ്ടന്റ് നമ്മുടെ റീഡേഴ്സിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ തോട്ട്, അവർക്ക് ആ തോട്ട് കൊടുക്കണം. അതായത് നമ്മളുടെ മനസ്സിൽ എന്താണുള്ളത് നമ്മുടെ വേർഡ്സിലൂടെ അത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആവണം. ആൻഡ് അങ്ങനെ ഒരു ഇത് കിട്ടിയാൽ നമുക്ക് പറയാം നമ്മുടെ കണ്ടന്റ് എപ്പോഴും സക്സസ്ഫുൾ ആണ്. നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് അവർക്കും മനസ്സിലായി. സോ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. So that's all.
അത്രയ്ക്ക് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വലുതായിട്ടൊന്നും ഇല്ല. So if you have something to ask me, anything, you are free to ask me, okay? Anybody ആർക്കൊന്നും ഞങ്ങള് be free to ask, എനിക്കറിയാം. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കോണ്ടന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഇതുവരെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ ചാറ്റ് വിൻഡോയിൽ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. Be free to talk, okay? It's കുറച്ച് ഗേൾസ് മാത്രം, and you are free to talk. It's an informal meeting, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലേ? എല്ലാം ക്ലിയർ ആണോ ഗൈസ്? ആൻഡ് നിങ്ങളെല്ലാവരും റൈറ്റേഴ്സ് ലൈക്ക് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ പുതുതായിട്ട് എഴുതാൻ തുടങ്ങിയതാണോ? ക്രിയേറ്റീവ് റൈറ്റിംഗ്. ദിയ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഞാനൊന്ന് മെസ്സേജ്. Can you please share some techniques to generate creative writing ideas? ഓക്കെ, മെയിൻ ആയിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഐഡിയാസ്, അതായത് നമുക്ക് തന്നെ എഴുതാനായിട്ട് ഒരു ബ്ലോഗ് റൈറ്റിങ്ങോ എന്തിനോ എങ്കിലും എഴുതാൻ എന്ന് പറയുന്നത് ബി വിജിലന്റ് ഓൾവേസ്. എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ജസ്റ്റ് ലുക്ക് upon us, the trail we have come forth. നമ്മളുടെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് വീക്ഷിച്ചാൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ല നല്ല ക്രിയേറ്റീവ് ഐഡിയാസും കണ്ടന്റ്സും കിട്ടും. എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് വേണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനെ ഹൈപ്പ് കൂടുതൽ കിട്ടത്തുള്ളൂ. സോ ഓൾവേസ് ബി വിജിലന്റ്. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ചെറിയ ചെറിയ കോട്ട്സ്, തോട്ട്സ് അതൊക്കെ റീഡ് ചെയ്യുക. And be satisfied with your piece. Sometimes we won't be able to bring out the best, and ചില സമയത്ത് നല്ലപോലെ not even the good, but it's okay. Take your time, work on it till you get that 101% satisfaction, and then shoot it. Okay, നമുക്ക് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണമെന്നോ ഒരു ബ്ലോഗ് റൈറ്റിംഗ് ഒരു ആർട്ടിക്കിളോ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ബട്ട് ടേക്ക് യുവർ ടൈം. വി ഹാവ് അവർ ടൈം. ചെറിയ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഒരു പീസ് പബ്ലിഷ് ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് സമയമെടുത്ത് ആലോചിച്ച് നല്ലൊരു വേർഡ് പ്ലേ ഒക്കെ നടത്തി പ്രിപ്പയർ ചെയ്തൊരു കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം, അത് കൊള്ളാം. and then you are ready to go. Okay, so yeah, that's it. Yeah. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെഷൻ ഉപയോഗപ്രദം, it was good for you, right? You guys understood what you're trying to say, right? Okay. Donna is asking what inspired us to get into the content writing field. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ I used to enjoy writing from beginning itself. ഞാൻ കുഞ്ഞിലെ എൻ്റെ അമ്മ പറയുന്നുണ്ട് I used to write small stories and stuff. അപ്പം എനിക്ക് സ്കൂൾ തൊട്ടേ എഴുതാൻ ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും when I entered into high school and stuff, I stopped writing. പക്ഷെ പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി. I think it's just you know it when you know. അതിൻ്റെ പെട്ടെന്ന് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നില്ല. I think if people get into reading stuff, you'll eventually improve your language and you'll find a medium through writing. നിങ്ങൾ കുഞ്ഞിലെ ജേർണൽസോ
ഡയറീസോ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ യുൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐം സെയിങ്. ബിക്കോസ് നമുക്ക് കൂടുതലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് സം ഓഫ് us ക്യാൻ ഓൺലി എക്സ്പ്രസ് ത്രൂ റൈറ്റിംഗ്. നമുക്ക് പറയാൻ അത്ര ഒരു നല്ല സ്കിൽ ഉണ്ടാവത്തില്ല. സോ മേ ബി ദാറ്റ്സ് വെയർ വി ഫൈൻഡ് അവർ എക്സിറ്റ്, റൈറ്റ്? നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ഇമോഷൻസ് എക്സിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും അത്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എന്താ പറയാ, ഇവിടെ ആർക്കും എഴുതാൻ പറ്റത്തില്ലെന്ന്. എവ്രി വൺ ക്യാൻ റൈറ്റ്. സോ ഇഫ് യു വോണ്ട് ടു റൈറ്റ്, ഇഫ് യു വോണ്ട് ടു take this seriously, start journaling, start something. Even if you think that you're not good enough, just നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ ഡയറി വെക്കുക. start writing poems. I think everyone can write poems, or poems ഏതുണ്ടെങ്കിൽ like just anything, right? ഡയറി എല്ലാ ദിവസവും ജേർണൽ ചെയ്യുക, അങ്ങനെ എഴുതാൻ തുടങ്ങുക. you'll find it in yourself. That's what I think. And Evelyn. ഓക്കെ, സോ ഞാനും ഷെയർ ചെയ്യണല്ലേ. അപ്പോൾ ഞാൻ റൈറ്റിംഗ് തുടങ്ങിയതെന്ന് വെച്ചാൽ ലൈക്ക് 12th സ്റ്റാൻഡേർഡ് എനിക്ക് ആകെ സ്കോർ ചെയ്യാൻ ഐ മീൻ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്തത് ഞാൻ CBSE ബോർഡ് എക്സാം ഇംഗ്ലീഷിനാണ്. ആൻഡ് ഞാനപ്പോൾ ഡിസൈഡ് ചെയ്തു ലിറ്ററേച്ചറാണ് എൻ്റെ ഫീൽഡ് എന്നൊക്കെ ഞാൻ കരിയർ എന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൽ സ്ട്രക്കായി. ആൻഡ് അങ്ങനെ റൈറ്റിംഗ് സ്റ്റോപ്പായി. ബട്ട് അഗെയിൻ ഞാൻ ലുവ ഫൗണ്ടേഷനിൽ കയറി. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കണ്ടന്റ് എഴുതി തരുന്നു ചോദിച്ചപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എഴുതാൻ തുടങ്ങി പിന്നെ. ആൻഡ് അങ്ങനെയാണ് ഞാൻ പിന്നെയും കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് ഐ യൂസ് ടു കീപ്പ് എ ഡയറി ഫോർ മൈസെൽഫ്. അതായത് എന്തെങ്കിലും ജസ്റ്റ് ഓക്കെ ദിയ, സംടൈംസ് വി റൺ ഔട്ട് ഓഫ് വേർഡ്സ്, ഹൗ ക്യാൻ വി റീപ്ലേസ് ഇറ്റ്? ഓക്കെ, ഇപ്പോൾ പറയാം. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. മീൻ ജസ്റ്റ് ചെറിയ സ്റ്റോറി എന്തോ ചെറുതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിൽ കയറി ഈ കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് കയറിയപ്പോഴാണ് ഇപ്പോൾ ലൂവോയിലുണ്ട്, പിന്നെ കോളേജിന്റെ മീഡിയ ക്ലബിൽ കണ്ടന്റ് റൈറ്റർ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കയറിയപ്പോഴാണ് കുറച്ചും കൂടി എംഫസിസ് കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ലോക്ക്ഡൗണിൽ ലൈക്ക് ടു അവോയ്ഡ് ബോർഡം ഐ സ്റ്റാർട്ടഡ് ബ്ലോഗ് മീഡിയം ഞാൻ പറഞ്ഞായിരുന്നു മീഡിയം. അതിൽ ഞാൻ ഒരു ബ്ലോഗ് റൈറ്റിംഗ് തുടങ്ങി. ഇപ്പൊ കുറച്ച് നാളെ എഴുതിയിട്ട് 3 ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 101% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാലേ ഞാൻ ഒരെണ്ണം പോസ്റ്റ് ചെയ്തോളൂ. ആൻഡ് 3 ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്, ഇനി അത് തീർക്കണം. ഓക്കെ, നൗ ദിയ ആസ്ക്ഡ് മീ സംതിങ്, റൈറ്റ്? സംടൈംസ് വി റൺ ഔട്ട് ഓഫ് വേർഡ്സ്, ഹൗ ക്യാൻ വി ഓവർകം ദാറ്റ്? ഓക്കെ, ലൈക്ക് നമുക്കിപ്പോ ഇപ്പോൾ വി ഹാവ് എൻ ഐഡിയ ഇൻ അവർ മൈൻഡ്. നമുക്കൊരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ട്. സോ ജസ്റ്റ് പെൻ ഇറ്റ് ഡൗൺ. ലൈക്ക് വേർഡ്സ് ഒന്നും നോക്കണ്ട, നമുക്ക് മൈൻഡിൽ എന്താ ഐഡിയ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ. ഒരു നോട്ട്ബുക്കോ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ആൻഡ് ജസ്റ്റ് 2-3 ടൈംസ് അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യുക. അത് കുറച്ച് കഴിയുമ്പോൾ വി ഓട്ടോമാറ്റിക്കലി വിൽ ഗെറ്റ് ദാറ്റ്. ഞാൻ ഐ യൂസ് ടു ഗോ ത്രൂ ഡിക്ഷണറീസ്. ഞാൻ ഡിക്ഷണറി അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത്യാവശ്യം വേർഡ് പ്ലേ കൊടുക്കാറുണ്ട്. ആൻഡ് ഈവൻ ഇഫ് സംടൈംസ് ഐ ഈവൻ ഗൂഗിൾ ഇറ്റ്. ഞാൻ ലൈക്ക് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു നമ്മുടെ മൈൻഡിൽ എന്താ ഉള്ളത്, വേർഡ്സ് ഒന്നും വലിയതായിട്ടുള്ള വേർഡ്സ് ഒന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് ഒരു തോട്ട് ആയിരിക്കും. അതങ്ങ് എഴുതി വെക്കും. അതങ്ങ് എഴുതി വെച്ചിട്ട് ആ വേർഡ്സിന് ലൈക്ക് സിനോണിംസ് അത് ഫൈൻഡ് ചെയ്തിട്ട് ആൻഡ് ഐ യൂസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാച്ച് ചെയ്ത് ആൻഡ് ഫൈനലി ഒരു നല്ലൊരു പീസായിട്ട് വി ഗെറ്റ് ഇറ്റ്. അത് അങ്ങനെ ലൈക്ക് നമുക്ക് എപ്പോഴും ആദ്യമേ തന്നെ ആ ഒരു ഫിനിഷ്ഡ് പീസ് കിട്ടണമെന്നില്ല. ലൈക്ക് ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു റഫ് പെൻഡ് പേപ്പർ ആയിരിക്കും, റഫ് ആയിട്ട് എഴുതിയൊരു ഇതായിരിക്കും. അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു നല്ലൊരു പീസ്. സോ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് വി ക്യാൻ നമുക്ക് അവസാനം നല്ലൊരു പീസ് കിട്ടും. ആൻഡ് ഡോണ്ട് വറി ഓൺ ദാറ്റ്. ലൈക്ക് അത് ആദ്യമേ തന്നെ കിട്ടുന്നില്ലോ എന്നും. ആദ്യമേ തന്നെ കിട്ടാനായിട്ട് നമ്മളത് ജേർണലിസം ഒക്കെ പഠിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വേർഡ് പ്ലേ ഒക്കെ അറിയാവുന്നവർക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്, റൈറ്റ്? പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആവത്തുള്ളൂ. സോ ടേക്ക് യുവർ ടൈം ആൻഡ് ഡു ദ ബെസ്റ്റ്. ആൻഡ് എനി മോർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ ലാസ്റ്റ്? ചേച്ചി എന്തോ ചോദിച്ചോ ലെസി? കണ്ടന്റ് ലൈക്ക് നിങ്ങൾ എഴുതി എപ്പോഴാണ് കണ്ടന്റ് ലൈക്ക് യുവർ ഫസ്റ്റ് കണ്ടന്റ് ഹൗ കുഡ് യു
produce your first content? ഞാൻ ഫസ്റ്റ് കണ്ടന്റ് എഴുതി എന്ന് പറയുന്ന ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ കോളേജിൽ കയറി ലൈക്ക് എൻ്റെ ഞാൻ ഐ ട്രിപ്പിൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഇതല്ലേ ഐ ട്രിപ്പിളിൽ ഞാൻ ജോയിൻ ആയിട്ടില്ല അപ്പോൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2-3 ഹോസ്റ്റലേഴ്സും ഒക്കെ എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് എനിക്കൊരു മോഡൽ തന്നു അങ്ങനെയാണ് ഞാൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് റൈറ്റിംഗ് ജസ്റ്റ് ബേസിക് കണ്ടന്റ് നമ്മൾ ഈ ഐ ട്രിപ്പിളിയിലേക്ക് നമ്മൾ വിടത്തില്ലേ വെൽക്കമിങ് കണ്ടന്റ് അതാ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് സത്യം പറഞ്ഞ പിന്നെ അതിന് മുന്നേ ചെറുതിലേക്ക് ചെറിയ കുഞ്ഞു സ്റ്റോറി മാഗസിനിൽ ഇടാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ചെറിയ തോട്ട്സ് അങ്ങനെ അല്ലാതെ ഞങ്ങളൊന്നും വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ല ജസ്റ്റ് സ്റ്റാർട്ടഡ് അതാ പറഞ്ഞേ ജസ്റ്റ് ടേക്ക് യുവർ ടൈം ആൻഡ് ഗെറ്റ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്തു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ലൈക്ക് എനിക്കെപ്പോഴും ഒരു ലൈക്ക് എന്താ പറയുക ഇപ്പൊ സെക്കൻഡ് തോട്ടിലാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് ഇൻസ്പയർഡ് മീൻസ് എൻ്റെ ഫ്രണ്ട് എഴുതും അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ തുടങ്ങി അങ്ങനെ അല്ലാതെ ഐ വാസ് നോട്ട് ബോൺ ടു ബി എ റൈറ്റർ ഓർ സംതിങ് ജസ്റ്റ് പഠിച്ച് വരുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അത്രേ ഉള്ളൂ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, Thank you, Anupama. Evelyn, ഓക്കെ ഫൈൻ first of all, ടൈം ഉണ്ടോ സോന? time ഉണ്ട്. ടൈം ഓക്കെ ലൈക്ക് ജസ്റ്റ് ഒരു എന്തായാലും ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചതല്ലേ ആദ്യം കുറച്ച് പേരല്ലേ ആകെ ദിയ ഡോണ പിന്നെ ബ്ലെസ്സി അവർ മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ ആൻഡ് ഞങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടിയാലേ ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ സോ ചോദിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളാരും ചോദിച്ചില്ല സോ ഞാൻ ഇപ്പോൾ ഒരു ഇത് പറഞ്ഞാൽ ക്യാൻ യു ജസ്റ്റ് പോസ്റ്റ് സംതിങ് ഒരു നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന എന്തെങ്കിലും ഒരു 2 or 3 ലൈൻസ് ആയാലും മതി ക്യാൻ യു പ്ലീസ് പെൻ ഇറ്റ് ഡൗൺ ചാറ്റ് ബോക്സിലായാലും മതി ആൻഡ് ഇഫ് യു ആർ ഡെയർ ഇനഫ് യു ക്യാൻ ജസ്റ്റ് യൂസ് ഐ ക്യാൻ സേ ഇറ്റ് ഓക്കെ എന്തേലും നിങ്ങൾക്ക് തോന്നുന്ന ഒരു 2 or 3 ലൈൻസ് വാട്ട് അബൌട്ട് ദ ടോപ്പിക് ഇറ്റ് ഈസ് എന്ത് ടോപ്പിക്കോ എന്തേലും ആയിക്കോട്ടെ എന്തെങ്കിലും തോന്നുന്നത് യു ക്യാൻ ജസ്റ്റ് പെൻ ഇറ്റ് ഡൗൺ നൗ ഒന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് പുട്ട് എ ഫീഡ്ബാക്ക് ഹിയർ ലൈക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നോ ഐ നോ ഐ എം നോട്ട് എ പ്രൊഫഷണലിസ്റ്റ് ഓർ ഐ എം നോട്ട് വെബിനാർ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വെബിനാർ എടുക്കുന്നത് ഇതിനു മുന്നേ ലൈക്ക് അതർ സെമിനാർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ വെബിനാറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അതും പുറത്തുനിന്നൊക്കെ ഉള്ളത് സോ നല്ലൊരു ഫീഡ്ബാക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ നല്ലതോ ബോത്ത് സൈഡ്സ് ഐ നീഡ് ദ ബോത്ത് സൈഡ്സ് ഗുഡ് ഓർ ബാഡ് ഞാനത് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് അപ്പോൾ ഒരു 1 or 2 ലൈൻസ് പ്ലീസ് ക്യാൻ യു ജസ്റ്റ് പെൻ ഇറ്റ് ഡൗൺ ഓക്കെ ദെൻ കുഴപ്പമില്ല എങ്കിൽ അതായാലും മതി സോ ഐ വിഷ് all these ladies a very vibrant future so all the best wishes. Thank you for all this time. Thank you guys for hearing us. Thank you all. So thank you guys. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. കാരണം ഇങ്ങനൊരു വെതർ കണ്ടീഷൻ ആയിട്ടും ഇങ്ങനൊരു സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ വലിയ കാര്യം. താങ്ക് യു. പിന്നെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത അനുപമയ്ക്കും അവലിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യാൻ മറക്കരുത്. അറ്റൻഡൻസ് ഉള്ളതാണ്. പിന്നെ അവലിൻ പറഞ്ഞ പോലെ സജഷൻസ് എഴുതുക. താങ്ക് യു.